മഞ്ജൂസ് ഫുഡീസ് ഹട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടാക്കാൻ പോകുന്നത് ചോറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചു കറിയാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണിത്. മീനില്ലാത്ത മീൻകറി. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നല്ല മീനൊക്കെ പല സ്ഥലത്തും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മീനില്ലാതെ ചോറ് ഇറങ്ങില്ല എന്ന് പറയുന്ന ഒരുപാട് പേര് എനിക്ക് തന്നെ അറിയാം. എൻ്റെ പല ഫ്രണ്ട്സിലും ഉണ്ട് അതുപോലത്തെ ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള കറിയാണ്. അവർക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് പച്ചക്കറിയൊന്നും വീട്ടിലില്ലാത്ത ദിവസങ്ങളിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, അതുപോലെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ശരിക്കും മീൻ കറിക്ക് കൂട്ടുന്നവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ കറി ഉള്ളത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, ഇതിപ്പോൾ അരമുറി തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തത്. 2-3 ടീസ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടിയുടെ നേർപകുതി അളവിൽ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടിയിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി കറി ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു ചട്ടിയോ പാത്രമോ എടുക്കുക. ഇതിലേക്ക് 1 സവാള നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി 1 തക്കാളി, നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കുക. 1 സവാളയ്ക്ക് 1 തക്കാളി എന്ന കണക്കിന് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയത്, അല്പം കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് ഞെരടിയെടുക്കണം. നല്ലതുപോലെ കൈ വെച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. എങ്കിലാണ് തക്കാളിയിലത്തെയും സവോളയിലത്തൊക്കെ നീര് നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ കല്ലുപ്പ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നോർമൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻകറിക്കൊക്കെ അതാണ് ഏറ്റവും ടേസ്റ്റ്. ഇതിപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മാക്സിമം എനിക്ക് പറ്റാവുന്ന അത്രയും ഞാനത് ഉടച്ചെടുത്തിട്ടുണ്ട്. തക്കാളിക്കൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടില്ല. കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് നേരത്തെ അരച്ചു വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് നേരം തന്നെ ഇത് വഴറ്റിയെടുക്കണം. കാരണം നമ്മൾ നേരത്തെ ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്തത് വറക്കാതെയാണ്. അതിൻ്റെ പച്ചച്ചോയ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 കപ്പ് വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ പിഴിഞ്ഞെടുത്ത ഈ പുളിവെള്ളം ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുടംപുളിയാണ് ചേർക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏത് പുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം.
പിന്നെ ഞാനിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വിട്ടുപോയി കേട്ടോ. ഇഞ്ചി ചേർക്കാൻ മറന്നുപോയി. 1 ടീസ്പൂൺ ഇഞ്ചി കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ സവോളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് ആ ചട്ടിയിലിട്ട് നല്ലതുപോലെ നേരടി എടുത്തില്ലേ, ആ ഒരു സമയത്ത് ചേർക്കേണ്ടതാണ്. സോറി കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 8 to 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും എരിവും പുളിയും എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അടപ്പ് മാറ്റിയപ്പോൾ തന്നെ നല്ലൊരു മീൻ കറിയുടെ സ്മെല്ലാണ് ഇവിടെ എല്ലാം. മീനില്ലാത്ത ഈ മീൻ കറി നമുക്ക് പല രീതിയിലും ചെയ്തെടുക്കാം. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തേങ്ങയൊന്നും അരയ്ക്കാതെ പുളിങ്കറി പോലെ ആ രീതിയിലും ചെയ്തെടുക്കാം. നമ്മൾ നോർമൽ മീൻ കറിനെ പല തരത്തിലും ചെയ്യാറുണ്ടല്ലോ, അതേപോലെ നമുക്ക് ഇതും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കാണിച്ചത് പച്ചക്കറിയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു കറിയുടെ രീതിയിലാണ്. വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ടാക്കുന്ന മീൻ കറിയുടെ റെസിപ്പി ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് എപ്പോഴും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പച്ചക്കറിയോ മീനോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി വറവിടണം. അതിന് വേണ്ടിയിട്ട് വറവിടാനുള്ള പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 6 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തതാണിത്. നിങ്ങൾക്ക് ഇപ്പോൾ ഉലുവയും കടുകൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഞങ്ങളുടെ നാട്ടിലേക്ക് മീൻ കറിക്കൊന്നും കടുക് ഉലുവൊന്നും ഇടാറില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യാത്തത്. ഇനിയിപ്പോൾ ഉള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ടിപ്പാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാനിതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് പ്രത്യേകിച്ചൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ. ഞാൻ എപ്പോഴും വറവിടുമ്പോൾ ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നല്ല കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇപ്പം തന്നെ മിക്സ് ചെയ്യാതെ അങ്ങനെ കുറച്ച് നേരം അടച്ച് വയ്ക്കാം. പിന്നീട് അത് സെർവ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനില്ലാത്ത മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ബൈ.